നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 86. മീനുവിന് ഒരു സമാധാനവുമില്ല. എന്തായിരിക്കും തന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്? അമ്മയെ കാണിക്കാൻ വേണ്ടി താൻ കാണിച്ചു കൂട്ടിയതാണ് അതൊക്കെയെന്നാണോ അവൻ വിശ്വസിക്കുന്നത്? എന്തായിരിക്കും അതിൻ്റെ കാരണം? എന്തായാലും അത് അവനോട് തന്നെ ചോദിക്കാം. മീനു വീണ്ടും ജയ്യെ തന്നെ ഫോൺ വിളിച്ചു. അവൻ ഫോൺ എടുത്തു. ഹലോ ഹലോ, നീ എന്താ അങ്ങനെ പറഞ്ഞത്? എന്താ നീ എന്താ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ? ഞാൻ ചെയ്തതൊക്കെ അമ്മയെ കാണിക്കാൻ വേണ്ടി ചെയ്തതെന്ന് നീ പറയാനുള്ള കാരണം എന്താ? അതാണ് സത്യം. ആര് പറഞ്ഞു അതാണ് സത്യമെന്ന്? വേറെന്താ ഇപ്പം സത്യം? ഞാൻ എൻ്റെ അമ്മയെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ നിനക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കിയത്? അല്ലേ? അല്ല. പിന്നെ പിന്നെ നീ എന്തിനാ എനിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നത്? ഞാൻ നിൻ്റെ ഭാര്യ ആയതുകൊണ്ട്. ഭാര്യ ആയതുകൊണ്ടോ? അതല്ലേ ഞാനും പറഞ്ഞത്, നീ നല്ല ഭാര്യ ചമയാനുള്ള അഭിനയം തുടങ്ങിയെന്ന്. അല്ല പിന്നെ നിനക്കതാ പറഞ്ഞാൽ മനസ്സിലാവാത്തത്? ഇതിലിപ്പോൾ എനിക്ക് മനസ്സിലാവാത്തതൊന്നുമില്ലല്ലോ. കുന്തം ഒന്നും പറയാനില്ല. അല്ല, നിനക്ക് എന്തിനാ ഇത്ര ദേഷ്യം? എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ദേഷ്യം, പെട്ടെന്ന് തന്നെ കരയുക, എന്താ നീ ഇങ്ങനെ? മീനുവിനോടായി ജി സമാധാനത്തിൽ ചോദിച്ചു. അതിനവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. നിനക്ക് എന്നെ മനസ്സിലാവാത്തതുകൊണ്ടല്ലേ എനിക്ക് ദേഷ്യം വരുന്നത്? അവൾ കുറച്ചൽപ്പം സമാധാനത്തിൽ തന്നെ പറഞ്ഞു. അതിൽ ഞാനെന്താ ഇപ്പം മനസ്സിലാക്കാനുള്ളേ? എനിക്കതാ മനസ്സിലാവാതെ. ഞാനിപ്പോൾ ഇതിൽ എന്താ തന്നെ മനസ്സിലാക്കാനുള്ളേ? നിനക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? മീനു ചോദിച്ചു. നിന്നെക്കുറിച്ചുള്ള അഭിപ്രായം? എന്നെക്കുറിച്ചുള്ള അഭിപ്രായം? നിന്നെക്കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും എനിക്കില്ല. പിന്നെ നിനക്ക് എന്താ എന്നെക്കുറിച്ചുള്ളത്? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരാളെ പരിചയപ്പെട്ടിട്ട് ഇത്രയും നാളായില്ലേ, അപ്പോൾ അയാളെക്കുറിച്ച് നിനക്ക് തോന്നിയ കാര്യം നിനക്ക് പറയാൻ പറ്റുമല്ലോ. അതുപോലെ എന്നെക്കുറിച്ച് പറ. നിനക്കെന്താ എന്നെക്കുറിച്ചുള്ള അഭിപ്രായം? നിന്നെക്കുറിച്ച് എന്തേ പറയണ്ടേ? പറയേ. അതായത് എന്തെങ്കിലും പറയേ. നിനക്ക് എന്താ എന്നെക്കുറിച്ച് തോന്നിയത്? നിനക്ക് എന്താ എന്നെക്കുറിച്ച് മനസ്സിലായത്? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയാമല്ലോ. നിന്നെക്കുറിച്ചിപ്പോൾ ഞാൻ ആദ്യം കരുതിയത് നീ ഭയങ്കര ദേഷ്യക്കാരിയാണ്, ഭയങ്കര ദേഷ്യമല്ല, അഹങ്കാരം മറ്റേ തലയ്ക്ക് പിടിച്ചൊരു മുതലാണ് എന്നൊക്കെയായിരുന്നു നിന്നെക്കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെ ചിന്ത. എന്നിട്ട് ഇപ്പോൾ എനിക്ക് അങ്ങനൊരു ചിന്തയില്ല. അതെന്താ? ഇപ്പോൾ എനിക്കറിയാം ഞാൻ വിചാരിച്ചത്ര മോശമൊന്നും അല്ല നീ, അത്ര വലിയ അഹങ്കാരമൊന്നും നിനക്കില്ല, നീ ഒരു പാവാണ് എന്നെനിക്കറിയാം. അതെങ്ങനെ അറിയാം? അത് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ, ഒന്നുമില്ലെങ്കിലും 7 മാസമായില്ലേ കൂടെ ജീവിക്കുന്നു. അപ്പോൾ ആ ഒരറിവ് കിട്ടുമല്ലോ നമുക്കൊരാളെക്കുറിച്ച്, ഒരു വ്യക്തി എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അങ്ങനെ മനസ്സിലാക്കിയതാ. ഓക്കെ, ബാക്കി കൂടി പറ. വേറെന്താ നിനക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം? മീനു ഒരല്പം സന്തോഷത്തോടു കൂടി ജയ്യോട് ചോദിച്ചു. വേറെ ഇപ്പം എന്താ പറയുക, ഭയങ്കര സ്നേഹമുള്ള ആളാണ്, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യുന്നവളാണ്. അതെങ്ങനെ മനസ്സിലായി? ജയ്യോടായി മീനു ഒരല്പം നാണത്തോടു കൂടി ചോദിച്ചു. നിന്നെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണ്? നീ സ്നേഹിച്ചവർക്ക് വേണ്ടി എന്തും ത്യജിക്കും. അതിപ്പോൾ നിനക്ക് എത്ര വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ പോലും നീ സ്നേഹിച്ചവരെ ഒരാൾക്ക് മുന്നിലും നീ ഇട്ടുകൊടുക്കില്ല. അതാണ് നീ. സത്യം പറഞ്ഞാൽ അതൊരു ഭയങ്കര നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഒരു മനുഷ്യന് ഇന്നത്തെ കാലത്ത് ഇല്ലാത്തൊരു നല്ലൊരു ക്വാളിറ്റി അത് നിനക്കുണ്ട്. അതിലെനിക്ക് അഭിമാനമുണ്ട്. കാരണം ഈ ലോകത്തെല്ലാവരും പരസ്പരം ചെളി വാരിയിടാനും കുറ്റപ്പെടുത്താനും ഒക്കെ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ
നിന്നെ വേദനിപ്പിച്ചവരെ പോലും സ്നേഹിക്കാനുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ, അതൊരു വലിയ കാര്യമാണ്. അതുമാത്രമല്ല, നിന്നെ സ്നേഹിക്കുന്നവരെ കുറ്റപ്പെടുത്താതിരിക്കാനുള്ളൊരു മനസ്സുണ്ടല്ലോ, അതും വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ അഹങ്കാരം മുഴുവനായിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല, കുറച്ചൊക്കെ ഉണ്ട്. അത് പിന്നെ നിൻ്റെ ആങ്ങളമാർ നിന്നെ കൊഞ്ചിച്ച് വളർത്തിയതിൻ്റെ, അടി കൊള്ളാതെ വളർന്നതിൻ്റെ ചെറിയൊരു അഹങ്കാരം അത് നിനക്കുണ്ട്, അത് ഞാൻ സമ്മതിക്കും. അത് മീനുവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അഹങ്കാരിയൊന്നുമല്ല. അവൻ ചിരിച്ചു. മീനുവിൻ്റെ മുഖം വാടിയെന്ന് ജയ്ക്ക് മനസ്സിലായി. ഒരു കാര്യം ചോദിക്കട്ടെ? ജയ് അവളോടായി ചോദിച്ചു. അവൾ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. നിനക്ക് എന്ത് പറഞ്ഞാലും ഇഷ്ടപ്പെടില്ല, പെട്ടെന്ന് തന്നെ നിനക്ക് മുഖം വാടുന്നു, അതെന്തുകൊണ്ടാ? നിന്നോട് സത്യം പറഞ്ഞാലും നിന്റെ മുഖം വാടുന്നു. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആ ഒരു കാര്യത്തിൽ എന്താ നിന്റെ സ്വഭാവം എന്ന്. എനിക്കൊരു എത്തും പിടിയും കിട്ടിയിട്ടില്ല. ജയ് പറഞ്ഞു നിർത്തിയപ്പോൾ മീനു അപ്പോഴും മൗനം തന്നെയായിരുന്നു. മറ്റുള്ളവർക്ക് വേദനിപ്പിക്കുന്ന വാക്ക് പറയുമ്പോൾ ആർക്കായാലും മുഖം വാടും, അത്രയേ ഉള്ളൂ. അതിനവൾ ഒരല്പം നേരത്തെ മൗനം വെടിഞ്ഞ് അങ്ങനെയൊരു മറുപടി പറഞ്ഞു. ഇതിലിപ്പോൾ എന്താ വേദനിപ്പിക്കാൻ പറഞ്ഞേ? എന്തിന്? ഇന്നലെ ഞാൻ ചെമ്മീൻ കറി, അത് ഞാൻ ചെമ്മീൻ കഴിക്കാറില്ല, ഞാനത് അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ കഴിക്കാത്തൊരു ഭക്ഷണം എൻ്റെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ എനിക്കതല്ലേ പറയാൻ പറ്റുള്ളൂ. അതിന് പോലും നിൻ്റെ മുഖം വാടി. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല അതെന്താ അങ്ങനെയെന്ന്. അത് ചെമ്മീൻ്റെ കാര്യത്തിൽ മുഖം വാടിയതൊന്നുമല്ല. പിന്നെ ഞാൻ അത്രയും ഒരുങ്ങി നിന്നിട്ട് എന്നെ ഒന്നും ശ്രദ്ധിക്കുക പോലും ചെയ്തില്ലല്ലോ, അതുകൊണ്ടാണ്. ആ, എനിക്ക് തോന്നി അവിടെ ആയിരിക്കും തുടക്കമെന്ന്. പക്ഷെ അത് ഞാൻ കണ്ടില്ലായിരുന്നു. എനിക്ക് വേണ്ടി ഇങ്ങനെ ഇത്രയും എഫേർട്ട് ഇട്ടെന്ന് സത്യമായിട്ട് ഞാൻ കണ്ടില്ല. പിന്നെ നിനക്കങ്ങനെ ഒരു പതിവൊന്നും ഇല്ലല്ലോ, ഞാൻ വരുമ്പോൾ കാത്തിരിക്കുന്ന ഒരു സ്വഭാവം നിനക്കില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല, അത്രയേ ഉള്ളൂ. പിന്നെ നിനക്കൊന്ന് വിളിച്ചു പറയായിരുന്നില്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഇന്ന് നിനക്ക് വേണ്ടി ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, നിന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഞാനിവിടെ പുറത്ത് തന്നെ കാണും എന്നൊന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിനകത്ത് നിന്നേനെ. ഇതിപ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ല എന്ന കാര്യം നിൻ്റെ അമ്മ ശ്രദ്ധിച്ചു എന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വേദനിച്ച ഒരു കാര്യം. അമ്മ അങ്ങനെ പറഞ്ഞോ? അമ്മ പറഞ്ഞു എന്നോട്. അവൾ അത്രയും ഒരുങ്ങി നിന്നിട്ടും നീ എന്താ ശ്രദ്ധിക്കാത്തതെന്ന്. എനിക്കറിയാവോ നീ ഇത്രയൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന്. ഒന്ന് വിളിച്ചു പറയുക, അപ്പം ഞാനതിനകത്ത് ചെയ്യാമല്ലോ. അല്ലാതെ പിന്നെ എനിക്ക് എന്തറിയാൻ പറ്റും നീ ഇവിടെ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്, എന്തൊക്കെയാണ് നടത്തുന്നതെന്നൊക്കെ. അതിന് മീനു മറുപടിയൊന്നും പറഞ്ഞില്ല. ഇനി എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ നീ നേരത്തെ എന്നെ ഒന്ന് അറിയിക്ക്, അപ്പോൾ ഞാൻ അതിനകത്ത് ചെയ്യാൻ പറ്റും, മനസ്സിലായോ? പിന്നെ ഇന്നലെ ചെയ്ത കലാപരിപാടി ഉണ്ടല്ലോ, അത് നിർത്തിയേക്കട്ടോ, അത് വേണ്ട. അതെന്താ? ഏത് കലാപരിപാടി? അതായത് എനിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുക, അതേപോലെ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുക, അങ്ങനെയുള്ള പരിപാടി കാണിച്ചിട്ടുള്ള ഭാര്യ സ്നേഹ പ്രകടനങ്ങളൊന്നും വേണ്ട. അതൊക്കെ ഭയങ്കര ബോറാണ്. അമ്മയ്ക്ക് തന്നെ മനസ്സിലായി നീ അഭിനയിച്ച് ഫലിപ്പിക്കുകയാണെന്ന്. പിന്നെ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അതിനും അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിനക്ക്? കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നേ? നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? മീനുവിൻ്റെ മറുപടി ഒന്നും കിട്ടാത്തതുകൊണ്ട് ജയ് ചോദിച്ചു. ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, നീ ഇപ്പോൾ ഇതിനു മുമ്പൊന്നും ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കാതെ നീ പെട്ടെന്നൊരു ദിവസം ഫുഡ് ഉണ്ടാക്കുമ്പോൾ അത് ആൾക്കാർക്ക് മനസ്സിലാവും. അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അത്രയും ഫുഡ് തീരെ ആവശ്യമില്ല. ഞാൻ അങ്ങനെയൊന്നും ഫുഡ് കഴിക്കുന്ന ഒരു വ്യക്തിയല്ല. എനിക്കിതാ ഒരു കറി മതി, അതിൽ കൂടുതലൊന്നും ആവശ്യമില്ല, എനിക്കതാ ശീലം. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കാൻ നീ വെറുതെ സമയം കളയണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അമ്മയുടെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞുള്ള ഈ ഭാര്യാഭിനയം അത് അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഇതുവരെ നീ ജീവിച്ച ഒരു ജീവിതം ഉണ്ടല്ലോ, അത് നീ പെട്ടെന്ന് മാറ്റുമ്പോൾ അത് ആർക്കായാലും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഒരുപാട് മെനക്കെടുന്ന പണിയൊന്നും ചെയ്യാതിരിക്കുക, അതാ നല്ലത്. അതിനും അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. അല്ല,
ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. നിനക്ക് പിന്നെ എപ്പോഴും എൻ്റെ അമ്മയുടെ ഫുഡാണല്ലോ ഇഷ്ടം. ഞാൻ ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടില്ലെന്നല്ലേ പറഞ്ഞു. അതിനവൾ അങ്ങനെയൊരു മറുപടി നൽകി. ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ കാരണം. ഞാൻ വയറ് നിറച്ച് കഴിച്ചു വന്നൊരു വ്യക്തിയാണ്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആർക്കായാലും അങ്ങനെ തോന്നുള്ളൂ. അല്ലാതെ നിൻ്റെ ഫുഡ് കൊള്ളത്തില്ലെന്ന് അവരാരും പറഞ്ഞില്ലല്ലോ. അർജുനേട്ടൻ പറഞ്ഞു, ദീപേച്ചി പറഞ്ഞു, അമ്മയും പറഞ്ഞു വളരെ ടേസ്റ്റ് ആയിട്ടുണ്ടെന്ന്. അതായത് അത്രയും ടേസ്റ്റായിട്ടും തോന്നിയിട്ടുണ്ട്. പിന്നെ നിൻ്റെ ഫുഡ് കൊള്ളില്ല എന്നർത്ഥമില്ലല്ലോ. വയറ് നിറഞ്ഞ് കഴിച്ചതുകൊണ്ട് എനിക്കങ്ങനെ തോന്നിയില്ല, അത്രയേ ഉള്ളൂ. അതിനും അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. മീനു, ഒരാൾക്ക് ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ആ സ്വഭാവം പെട്ടെന്ന് മാറ്റിയാലേ ആൾക്കാർക്കത് പെട്ടെന്ന് മനസ്സിലായോ? ഇപ്പം നമ്മുടെ ഒരു ജീവിതം ഒരു 7 മാസമായിട്ട് കണ്ടെത്തൻ്റെ വീട്ടുകാർക്ക് താൻ പെട്ടെന്ന് ആ ചേഞ്ചൊക്കെ കൊണ്ടുവന്നാൽ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി ശ്രമിച്ച് നീ നിൻ്റെ നല്ല സമയം കളയാതിരിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ അത്രയും ദിവസമല്ലേ ഉള്ളൂ, ഇതിങ്ങനെയൊക്കെ പോവും. ഇതുവരെ നമ്മളെങ്ങനെയാണോ പോയത് അതുപോലെ തന്നെ പോവും. പിന്നെ ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ആദ്യം നിന്നോട് എനിക്കിപ്പോൾ ദേഷ്യം അതൊന്നും ഇപ്പം എനിക്കില്ല, അത്രയേ ഉള്ളൂ. കാരണം എനിക്കിതിനെ മനസ്സിലാക്കാൻ പറ്റി, അത്രയേ ഉള്ളൂ. അതായത് നിനക്കെന്നോട് ഇതുവരെ ഉണ്ടായിട്ടുള്ള ദേഷ്യം ഇപ്പോൾ ഇല്ല എന്നാണോ പറയുന്നത്? അതെ, അത് തന്നെയല്ലേ ഞാനും പറഞ്ഞേ. ഞാൻ ഇതുവരെ ചെയ്തതൊക്കെ നിനക്ക് മറക്കാൻ പറ്റിയോ? അവൾ അവനോടായി ചോദിച്ചു. പിന്നെ അതൊക്കെ ഞാൻ എപ്പോഴേ മറന്നു. അല്ലെങ്കിലും അതൊക്കെ ഒരു ദുസ്വപ്നം പോലെ ആരോർത്തിരിക്കുന്നു. അതൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് എപ്പോഴേ ഞാൻ വിട്ടു. അതും ഓർത്ത് ജീവിക്കേണ്ട വല്ല ആവശ്യം നമുക്കുണ്ടോ? നമുക്ക് നല്ല രീതിയിൽ ഫ്രണ്ട്സായിട്ടങ്ങ് പിരിയാം, എന്തു പറയുന്നു? പിരിയാന്നോ? അല്ല, നമ്മൾ തമ്മിലുള്ള കരാർ അങ്ങനെയാണല്ലോ, സമയമാകുമ്പോഴേക്കും പിരിയണ്ടേ? നീ എന്തൊക്കെയായി പറയുന്നേ? എന്താ നീ ഒന്നോ മനസ്സിലാവാത്ത പോലെ ചോദിക്കുന്നേ? അതെ, എനിക്ക് മനസ്സിലായില്ല നീ പറഞ്ഞത്. എടോ, നമ്മൾ തമ്മിൽ 1 വർഷത്തേക്കുള്ള കരാറാണല്ലോ, അത് കഴിഞ്ഞാൽ നമ്മൾ പിരിയണ്ടേ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞ് നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ നേരത്തെ അത് തീരുമാനിച്ചതാണല്ലോ, പ്രത്യേകിച്ച് ഇപ്പോൾ അതിലെന്താ പറയാനുള്ളത്? പിന്നെ പിരിയുമ്പോൾ വീട്ടുകാരോട് എന്ത് പറയും എന്ത് മാത്രമാണ് എൻ്റെ ഒരു സംശയം. നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മീനു അല്പം വിഷമത്തോടു കൂടി ജയ്യോട് ചോദിച്ചു. എടാ, ഇതിൽ മനസ്സിലാവാൻ എന്താ ഉള്ളേ? നമ്മൾ നേരത്തെ ഉറപ്പിച്ചൊരു കാര്യം ഞാൻ വീണ്ടും പറഞ്ഞു, അത്രയേ ഉള്ളൂ. സമയമാകുമ്പോൾ പിരിയണം, അത്രയേ ഉള്ളൂ. ഡിവോഴ്സ് പേപ്പറിൽ ഇപ്പോൾ എന്ത് എഴുതും, വീട്ടുകാരോട് എന്ത് പറയും എന്നൊക്കെ നമുക്ക് ചിന്തിക്കാനുണ്ട്, അത്രയേ ഉള്ളൂ. അതിനിപ്പോൾ ഈ ഒരു 3-4 മാസം ഉണ്ടല്ലോ, നമുക്ക് ആലോചിക്കാം ഏത് രീതിയിൽ അതിനെ കൊണ്ടുപോകാം എന്നൊക്കെ, അല്ലേ? അപ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നില്ലേ? മീനു ജയ്യോടായി ചോദിച്ചു. എന്ത്? അപ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നില്ലേ? സ്നേഹിക്കുന്നില്ലെന്നോ? താനെന്താ ഉദ്ദേശിച്ചേ? നിനക്കെന്നോട് ആത്മാർത്ഥമായ സ്നേഹമില്ലേ? ജീവിതകാലം മുഴുവൻ നീ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? ഞാൻ നിന്നെ എത്രത്തോളം പ്രണയിക്കുന്നുണ്ടെന്ന് നിനക്കിതുവരെ മനസ്സിലായില്ലേ? മീനുവിൻ്റെ ആ ചോദ്യം കേട്ട് ജയ്യൊന്ന് നെട്ടി. ഇവളിതെന്തൊക്കെയാ പറയുന്നേ? അപ്പോഴാണ് അമ്മ മീനുവിനെ വിളിച്ചത്. മീനു, നീ കഴിക്കുന്നില്ലേ? ആ ചോദ്യം അവൻ ഫോണിൽ കൂടി കേട്ടു. ഒരുപക്ഷെ അമ്മയെ കേൾപ്പിക്കാൻ വേണ്ടിയായിരിക്കുമോ അവൾ തന്നോട് ഇത്രയും
പ്രണയാർദ്ധമായി സംസാരിക്കാൻ ശ്രമിക്കുന്നത്? ജയ്ക്ക് അങ്ങനെയാണ് തോന്നിയത്? അടുത്ത് അമ്മയുള്ളത് കൊണ്ടായിരിക്കുമോ അവളുടെ സംസാരം ഇങ്ങനെയായത്? ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഓ, അമ്മ അടുത്തുണ്ടല്ലേ. എന്താ മീനു ഇത്? ഇങ്ങനെയൊക്കെ ചോദിക്കാവോ? ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാലോ. ഇപ്പം ഞാൻ കുറച്ച് തിരക്കില്ല മീനു. ഇപ്പം ഞാൻ ഫോൺ വെച്ചോട്ടെ. മീനുവിന് നല്ലവണ്ണം സന്തോഷമായി. അവൻ തന്നെ സ്നേഹിക്കുന്നുണ്ട്. ഒരല്പം തന്നെ ടെൻഷൻ എടുപ്പിച്ചതാണവൻ. പിന്നെ ഹലോ, വെക്കല്ലേ. എന്താ പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞേ? എങ്ങനെയൊക്കെ? കളിപ്പിക്കല്ലേ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇവളുടെ അഭിനയ അപാരം തന്നെ. അടുത്ത അമ്മയുണ്ടെന്നൊരു സിഗ്നൽ തന്നാലേ എനിക്കിതൊക്കെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ മീനു, ഞാനൊരു തമാശ പറഞ്ഞതാ, നീ അത് കാര്യമൊക്കെ എടുക്കല്ലേ. ഓക്കെ, എന്തായാലും ഞാൻ ഫോൺ വെക്കട്ടെ, ബൈ. ഇതും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു. മീനുവിന് അല്പം സന്തോഷമായി. ഇടയ്ക്കെങ്കിലും നെഞ്ച് വല്ലാണ്ടിടിച്ചിരുന്നു. അവൻ പറഞ്ഞ ആ വാചകങ്ങൾ എവിടെയോ അവളുടെ മനസ്സിനെ വേദനിപ്പിച്ചിരുന്നു. ആ വേദന അവൻ തന്നെ തണുപ്പിച്ചു. അവൾക്ക് ഒരല്പം ആശ്വാസമായി. കോൾ കട്ട് ചെയ്തതിന് ശേഷം ജയ് ചിന്തിച്ചു, ഇനി ഇവള് പ്രണയനാടകം കളിച്ച് അവസാനം എന്താവോ. പിന്നെ ഈ പ്രണയിക്കുന്നവർ പറയുന്ന വാചകങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ഞാൻ പഠിക്കേണ്ടി വരും. നിനക്ക് പണിയുണ്ടല്ലോ, ഈ 4 മാസം ഇതൊക്കെ ആയിരിക്കും എൻ്റെ പണി. ഇതും മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് അവൻ സൂപ്പർ മാർക്കറ്റിലെ തൻ്റെ ജോലിയിലേക്ക് മുഴങ്ങിയത്. നീ എന്താടാ ഭയങ്കര ചിന്തയിലാണെന്ന് തോന്നുന്നു. ജയ്യെ കണ്ടയുടൻ അഖിൽ ചോദിച്ചു, എടാ ഈ പ്രണയാർദ്രമായ കുറച്ച് വാചകങ്ങൾ പറഞ്ഞുതരാവോ? എന്ത്? അല്ല, ഈ പ്രണയിക്കുന്ന കുട്ടിയോട് പറയാൻ പറ്റുന്ന കുറച്ച് വാചകങ്ങൾ, അതായത് വ്യത്യസ്തമായ സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന. അതിന് നിനക്ക് പ്രണയമൊന്നും ഇല്ലല്ലോ, പിന്നെ നിനക്കതിനാ വാചകങ്ങൾ? എനിക്ക് പ്രണയമില്ല, എന്നാലും പഠിച്ചു വെക്കാമല്ലോ, ജീവിതത്തിൽ നല്ലതല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. ഓ അങ്ങനെ, അതിനു വേണ്ടിയാ. വല്ല പ്രണയ സിനിമയും നോക്കിയാൽ പോരെ, നിനക്ക് നല്ല വാചകങ്ങൾ കിട്ടും. പിന്നെ വേണമെങ്കിൽ ഇപ്പം എവിടെയെങ്കിലും കിട്ടുമല്ലോ. പിന്നെ പഠിച്ചു വെക്കാൻ ഇതത്ര വലിയ കാര്യമൊന്നുമില്ല. പ്രണയം എന്നൊക്കെ പറയുന്നത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ വാചകങ്ങൾ പഠിച്ചു വെച്ച് പറയേണ്ട ഒരവസ്ഥ ഇതിന് വരില്ല. അത് ഉള്ളിൽ നിന്ന് വരുമ്പോൾ അറിയാതെ തന്നെ നമ്മളങ്ങ് സംസാരിക്കും. അത് പ്രണയത്തിൻ്റെ ഒരു ശക്തിയാണ്, മനസ്സിലായോ? ഇതൊന്നും നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നിന്നെപ്പോലൊരുത്തനോട് കഷ്ടപ്പെട്ട് പഠിക്കേണ്ടി വരും എന്ന് തന്നെ പറയേണ്ടി വരും, മനസ്സിലായോ? അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് ചോദിച്ചത്. എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെയുള്ള വാചകങ്ങളൊന്നും വരില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ വന്നാൽ എനിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. നിനക്കൊരു പ്രണയം വന്നാൽ നിനക്ക് ആ വാചകങ്ങൾ പഠിക്കേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രണയത്തിൻ്റെ ഒരു ശക്തി എങ്ങനെയാണ്. നിനക്ക് വരാത്തൊരു പ്രണയത്തെക്കുറിച്ച് നീ എന്നും ചിന്തിക്കണം. ഒന്നുമില്ല, തോറ്റു, പോരെ, നീ പോയി നിൻ്റെ ജോലി നോക്ക്. ഇതും പറഞ്ഞ് അഖിലിനെ അവിടെ നിന്ന് ജയ് വിരട്ടി. മീനുവിന് തന്നോടുള്ള പ്രണയം മനസ്സിലാക്കാതെ ജയ് അവളെ പിരിയാനുള്ള ദിവസങ്ങൾ എണ്ണുമ്പോൾ എന്തായിരിക്കും മീനുവിൻ്റെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? ഇതറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വരാനിരിക്കുന്ന എപ്പിസോഡുകൾക്കായി കാത്തിരിക്കുക. കഥ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗം ഉടൻ വരും.